നമ്മുടെ ഓണത്തിൻ്റെതായിട്ടുള്ള രീതിയിൽ ഗുരുജിയെ സ്വീകരിക്കുകയാണ്. പിന്നെ ഇവിടെ ഋത പറഞ്ഞത് എന്നെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു വേഷത്തിലെന്ന് പറയുന്ന കാരണം മുണ്ട്. ആക്ച്വലി ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് മുണ്ടെടുത്തുകൊണ്ടൊരു പ്രോഗ്രാമിന് വരികയാണ്. മാത്രമല്ല എന്നപ്പം നിങ്ങൾ ചോദിക്കും കല്യാണത്തിനോ എന്ന് ചോദിക്കും. കല്യാണത്തിന് മുണ്ടല്ല കൊടുത്തത്, വസ്ത്രം കൊടുത്തു, മുണ്ടെടുത്തില്ല. അതായത് പൈജാമ കുർത്തയായിരുന്നു. അപ്പോ പൈജാമയും കുർത്തയും ഒക്കെ ഇട്ടുകൊണ്ട് കൊല്ലത്തായിരുന്നു മാരേജ്. മണ്ഡപത്തിലോട്ട് കയറിയപ്പോ അല്പം കഴിഞ്ഞ് നവവധു വന്നു, അടുത്തിരുന്നു. എന്നോടെന്തോ പറയാനായിട്ട് ഇങ്ങോട്ട് ചാഞ്ഞു. അപ്പൊ ഞാൻ കരുതി നല്ല അടിപൊളി ഡ്രസ്സാണ് എന്ന് പറയാനായിരിക്കുമോ. അപ്പോഴാണ് മുടി വെട്ടിയില്ല അല്ലേ ദുഷ്ട. ഞാൻ പറഞ്ഞു വെട്ടിയില്ല. വാക്ക് പറഞ്ഞാൽ പാലിക്കണം. ഞാൻ പറഞ്ഞു വാക്കല്ലേ മാറ്റാൻ പറ്റൂ. കുറച്ച് പാലിച്ചിട്ടുണ്ട്, അറ്റത്തുനിന്ന് കുറച്ച് വെട്ടിയിട്ടുണ്ട്. അങ്ങനെയാണ് ആദ്യമായിട്ട് മുണ്ടെടുക്കുവാനായിട്ട് ഒരു വലിയ ശക്തമായ പ്രേരണ പലയിടത്തും ഉണ്ടായിരുന്നെങ്കിലും അന്ന് ഞാൻ എടുത്തില്ല. പിന്നെ ആകെ ഞാൻ ഹരിദ്വാറില് ഒരു കോളേജ് അധ്യാപകനായിട്ട് കുറച്ചു കാലം വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ അവന്റെ ഫെയർവെൽ ടൈമില് അവരെല്ലാം കൂടെ നിർബന്ധിച്ച് അവരുടേതായ ഒരു ശൈലിയില് മുണ്ടെടുപ്പിച്ചു. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്ര ഇഷ്ടമുള്ളൊരു ശൈലിയല്ല. ബാക്കിലോട്ടൊക്കെ വലിച്ചു കെട്ടി ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു, ഇവിടെ കാര്യം അങ്ങനെ അധികം മുണ്ട് കൊടുക്കാറില്ല. ബാക്കിലോട്ട് ഇങ്ങനെ കെട്ടിയുള്ള ഒരു മുണ്ട്. അതായിരുന്നു എന്റെ ഓർമ്മയുള്ള. അതിനുശേഷം ഇപ്പൊ ആദ്യമായിട്ടൊരു മുണ്ടെടുക്കുന്നത്. എന്തുകൊണ്ട് ഈ കോൺഫിഡൻസ് വന്നു എന്ന് പറഞ്ഞാൽ ഇതൊരു സാധാരണ മുണ്ടല്ല. ഇത് പോക്കറ്റും ഒട്ടിപ്പോയും ഒക്കെ ഉള്ള, കേട്ടില്ലേ, ഒട്ടിപ്പോണ്ട്. അതുകൊണ്ട് ധൈര്യമായിട്ട് ഇവിടെ നിന്ന് ചാടിയാലോ ഒന്നും പറ്റില്ല എന്ന് ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് ഈ ധൈര്യമായിട്ട് ഇവിടെ നിന്ന് ഈ മുണ്ട് എടുത്തുകൊണ്ട് ഇതിൽ വന്നത്. 20-25 വർഷമായിട്ട് സൈക്കോളജി മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. കൗൺസിലിംഗ് ആണ് പ്രധാന പ്രൊഫഷൻ. അതുകൊണ്ട് തന്നെ ഒരു അത്ര നർമ്മം നിറഞ്ഞ ഒരു അനുഭവങ്ങളുള്ള ഒരു സ്ഥലമല്ല ഈ കൗൺസിലിംഗ് എങ്കിലും. എന്റെ ജീവിതത്തില് കുറെ രസകരമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിൽ എത്രത്തോളം നർമ്മം ഉണ്ടെന്ന് എനിക്കറിയില്ല. കൂടുതലും ഞാനൊരു ആബ്സെന്റ് മൈൻഡഡ് പേഴ്സൺ ആയതുകൊണ്ട്, ആബ്സെന്റ് മൈൻഡഡ് എന്ന് പറഞ്ഞാൽ അറിയായിരിക്കുമല്ലോ, നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കും, മനസ്സ് വേറെ എവിടെയെങ്കിലായിരിക്കും. അപ്പോ ഒരു ആബ്സെന്റ് മൈൻഡഡ് പേഴ്സൺ ആയതുകൊണ്ടുള്ള പല അബദ്ധങ്ങളും, അത് നർമ്മമല്ല, എന്നെ സംബന്ധിച്ചത് വലിയ അബദ്ധങ്ങളായിരുന്നു. പക്ഷെ മറ്റുള്ളവർക്ക് അത് വളരെയേറെ ചിരി ഉണർത്തിയ പല കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. എന്റെ ഓർമ്മയിലുള്ള 1-2 കാര്യങ്ങൾ ഞാൻ പറയാം. അതിലൊന്നെന്ന് പറയുന്നത്, ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മള് ശാന്തിവിള എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിച്ചിരുന്നത്. അപ്പൊ അവിടെ നിന്ന് രാവിലെ ഒരു ശാന്തിവിളയിൽ നിന്ന് എടുക്കുന്ന ഒരു ബസ്സുണ്ട്, KSRTC ബസ്. അതിനാണ് ഈ കുട്ടികളെല്ലാം പോകുന്നത്. SMB സ്കൂള്, മോഡൽ സ്കൂള്, കോട്ടൺ ഹിൽ സ്കൂള്, ഇതിലേക്കുള്ള കുട്ടികളെല്ലാം ഈ ബസ്സിൽ കയറി ആ ബസ് അവിടെ നിന്നാണ് എടുക്കുന്നത്. അപ്പൊ ഞങ്ങളൊക്കെ നേരത്തെ പോയി അത് സ്ഥാനം പിടിക്കുകയും നമ്മുടേതായ രീതിയിലുള്ള ഓരോരോ ബഹളവും ഒക്കെ അവിടെ കാണിച്ചു കൂട്ടുന്ന ഒരു ബസ്സാണ്. അങ്ങനെയുള്ള അതില് ഒരു ദിവസം കയറി ഇങ്ങനെ കാരണം ഞങ്ങൾ കയറി ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ ബസ് എടുക്കത്തുള്ളൂ. അങ്ങനെ ഞങ്ങളവിടെ ഒരു ദിവസം ഇങ്ങനെ ഇരിക്കുമ്പോൾ വണ്ടി വന്നു, കണ്ടക്ടർ വന്നു, ബെല്ലടിച്ചു. അപ്പൊ ഞാൻ നോക്കിയപ്പോ ദൂരെ നിന്ന് ഒരാൾ ഓടി വരുന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, വളരെ ആവേശത്തോടെ, ഞാൻ 9th സ്റ്റാൻഡേർഡിലാണെന്ന് തോന്നുന്നു, വളരെ ആവേശത്തോടെ പുള്ളി കണ്ടക്ടർ ഡബിൾ ബെൽ അടിച്ചപ്പോ ഞാൻ സിംഗിൾ ബെൽ അടിച്ചു. അപ്പൊ പുള്ളിക്ക് ദേഷ്യം വന്ന പുള്ളി ഞാൻ സിംഗിൾ ബെൽ അടിച്ചെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒരാൾ ഓടി വരികയാണ്, പുള്ളിയെ കയറ്റിയേ പറ്റും. പുള്ളിക്ക് ദേഷ്യം വന്നു, പുള്ളി വീണ്ടും ഡബിൾ ബെൽ അടിച്ചു. ഞാൻ വീണ്ടും സിംഗിൾ ബെൽ അടിച്ചു.
അതോടുകൂടി കുട്ടികളെല്ലാം എൻ്റെ വശത്തായി. ഓടി വരുന്ന ഒരാളെ എന്തായാലും കയറ്റിയിട്ട് പോയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. വണ്ടി അടിച്ചു നിർത്തി. അപ്പൊ ഞങ്ങളെല്ലാം ഇങ്ങനെ ആവേശത്തോടെ നോക്കിയിരിക്കുകയാണ്. അയാൾ ഓടി വരികയാണ്. ഈ ഓടി വന്ന ആള് ട്രാക്ക് സൂട്ട് ഇട്ടുകൊണ്ട് വന്ന ആള് നമ്മളെ നോക്കി കൈ കാണിച്ചിട്ട് ഓടി അങ്ങ് പോയി. ഞങ്ങൾ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഇപ്പൊ ഇയാള് വണ്ടി കയറുമെന്ന്. അയാൾ രാവിലെ ഓടാൻ ഇറങ്ങിയ ഒരാളായിരുന്നു. അയാൾ അതുവഴി ഓടിയങ്ങ് പോയി. ഞാൻ അവിടെ നിന്ന് ആവിയായി. മുഴുവൻ വേദനയും കണ്ണിൽ എന്റെ മുഖത്ത്. അപ്പൊ ഞാൻ പിന്നെ ഒരാഴ്ചയിലേക്ക്, അന്ന് ആവിയായ ഞാൻ പിന്നെ ഒരാഴ്ച കഴിഞ്ഞാണ് വീണ്ടും രൂപം വന്നത്. ആ ബസിന്റെ ആ ഏരിയയിലോട്ട് ഞാൻ പിന്നെ പോയിട്ടില്ല. അതാണ് ഒരു ഓർമ്മയിൽ വന്ന ഒന്ന്. പിന്നൊന്ന്, ഫസ്റ്റ് ഇയർ അന്ന് പ്രീ ഡിഗ്രി ആണ്, +2 അല്ല. പ്രീ ഡിഗ്രി പഠിച്ചിട്ടുള്ള എത്ര പേര് നിങ്ങളിലുണ്ടെന്ന് എനിക്കറിയില്ല. നിങ്ങൾ കൂടുതലും +2 പഠിച്ചവരായിരിക്കും. പ്രീ ഡിഗ്രിക്ക് ഒരു ഇതുപോലൊരു ക്ലാസ്സിന് പോയപ്പോൾ ഞാൻ പൊതുവെ ലേറ്റായിട്ട് പോകുന്ന ഒരാളായിരുന്നു. അവിടെ ഇതായത് ഞാൻ പെട്ടെന്ന് എന്റെ മുണ്ടാണോ എന്ന് സംശയിച്ചു. അതാണ് ആദ്യമായി മുണ്ടെടുക്കുന്നതിന്റെ പരിഭ്രാന്തിയാണ്, വേറൊന്നും ധരിക്കരുത്. അപ്പോ ലേറ്റായിട്ട് പോയപ്പോൾ അവിടെ എലമെന്റ് ആൻഡ് കോമ്പൗണ്ട്സ്, മൂലകങ്ങളും സംയുക്തങ്ങളും ഉണ്ടല്ലോ സയൻസിൽ, എലമെന്റ് ആൻഡ് കോമ്പൗണ്ട്, അതിനെ കുറിച്ച് പഠിപ്പിക്കുക. അപ്പൊ ഞാൻ ലേറ്റായിട്ട് കയറിപ്പോയി. ക്ലാസ് ശ്രദ്ധിക്കാത്ത മട്ടിലിരിക്കുന്നു കണ്ടപ്പോൾ എന്റെ കെമിസ്ട്രി ലെക്ചറർ പെട്ടെന്ന് എന്നോട്, ആക്ച്വലി ശ്രദ്ധിക്കാതെ മട്ടിയിരിക്കുകയല്ല, ശ്രദ്ധിക്കുകയല്ലായിരുന്നു, വേറെന്തോ ആലോചിച്ചോണ്ടിരിക്കുകയായിരുന്നു. സാറ് പെട്ടെന്ന് ചോദിച്ചു, ഓക്കെ സാഗർ, വാട്ട് ഈസ് ആൻ എലമെന്റ് എന്ന് ചോദിച്ചു. എന്താണ് ഒരു മൂലകം, വാട്ട് ഈസ് ആൻ എലമെന്റ് എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പകുതിയെ കേൾക്കുന്നുള്ളൂ. ഞാൻ വിചാരിച്ചത് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ആൻ എലിഫന്റ് ആണെന്ന് ആയിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, സാർ എലിഫന്റ് ഈസ് ദ ബിഗസ്റ്റ് അനിമൽ ഇൻ ദ വേൾഡ്. കൂട്ടത്തിരിയായിരുന്നു. എനിക്കൊന്നും മനസ്സിലായില്ല എന്തിനാണ് ആൾക്കാർ തിരിക്കുന്നത്, കാരണം ഞാൻ എലഫന്റ് എന്നുള്ള വാക്ക് കേട്ടില്ലല്ലോ. അപ്പൊ ഇങ്ങനെ എന്റെ ആബ്സെന്റ് മൈൻഡിസം വഴി, ആബ്സെന്റ് മൈൻഡിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെമ്മറി പ്രോബ്ലം അല്ല, നമ്മൾ ഒരിടത്ത് ഇരിക്കുമ്പോൾ, ഇപ്പൊ തന്നെ നിങ്ങൾ പലരും ഇവിടെ ഇരിക്കുന്നെങ്കിലും മനസ്സ് ചിലപ്പോൾ പലയിടത്തുമായിരിക്കും. അതിനെയാണ് ആബ്സെന്റ് മൈൻഡിസം എന്ന് പറയുന്നത്. മൈൻഡ് ആബ്സെന്റ് ആയിരിക്കും, ബോഡി പ്രസന്റ് ആയിരിക്കും. അതിനെയാണ് ആബ്സെന്റ് മൈൻഡിസം എന്ന് പറയുന്നത്. ഞങ്ങൾക്ക് ഒരു സ്റ്റാഫ് ഉണ്ടായിരുന്നു, ആനന്ദി എന്നായിരുന്നു. ഇപ്പോ അൺഫോർച്ചുനേറ്റ്ലി ഷി പാസ്ഡ് അവേ. ആ കുട്ടി കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ബസ്സിൽ കയറുന്ന സമയത്ത്, ഇന്നിപ്പോ പൊളിറ്റിക്സിലും കൂടെയുള്ള അന്നത്തെ സൂപ്പർ സ്റ്റാർ ആയിരുന്ന സുരേഷ് ഗോപി ഒരു കാറിൽ അങ്ങോട്ട് പോകുന്നുണ്ട്. ഈ സുരേഷ് ഗോപിയുടെ വലിയൊരു ആരാധികയായിരുന്നു ഈ കുട്ടി. അപ്പൊ കണ്ട ഷോക്കിൽ ഇങ്ങനെ വായും പൊളിച്ച് നിന്നപ്പോ ബസ് വന്നു. ചാടി ബസ് കയറി. കണ്ടക്ടർ എവിടെ പോണെന്ന് ചോദിച്ചു. ക്യാഷ് എടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, ഒരു സുരേഷ് ഗോപിയാണ്. ഇത് നടന്ന സംഭവമാണ്. അപ്പോ ഇതാണ് ആബ്സെന്റ് മൈൻഡിസം എന്ന് പറയുന്നത്. നമ്മള് മനസ്സ് വേറെ എവിടെയെങ്കിലും ആയിരിക്കും. പിന്നെ ഈ ഫലിതങ്ങളെ കുറിച്ച് പറയുമ്പോൾ പൊതുവെ നമ്മളെ ഒരുപാട് ചിരിപ്പിച്ചിട്ടുള്ള, ഞാനിങ്ങനെ ഓർത്തു ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ എന്തൊക്കെ പറയാൻ വരിക. നമുക്ക് ചിരി വരുന്നത് ഒരുപക്ഷെ ഇതിനേക്കാളെല്ലാം പ്രധാനമായിട്ടും നമുക്ക് ചിരി വരുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ള കോമഡീസ് ആയിരിക്കും അല്ലെ. പലപ്പോഴും ഇവിടെ തന്നെ നേരത്തെ ശാസ്ത്ര എന്തോ ഒരു എക്സാമ്പിൾ പറഞ്ഞപ്പോ ഞാൻ ഓർത്തത് അതുമായിട്ട് സമാനമായിട്ടുള്ള ശ്രീനിവാസന്റെ സിനിമയിലുള്ള ഒരു തമാശയാണ്. അതായത് ശ്രീനിവാസൻ ഒരു സിനിമയില് ശ്രീനിവാസന്റെ ഭാര്യയുടെ അക്കമെന്ന് ചോദിക്കും, എടാ എടി അവ എവിടെ ഇല്ലേ? ഇല്ല അച്ഛ, മൂന്ന് ദിവസമായി മീൻ വാങ്ങിക്കാൻ പോയതാണ് ചന്തയിൽ എന്ന് പറയുന്നൊരു സിനിമ. ഏത് സിനിമയെന്ന് എനിക്ക് ഓർമ്മ വരുന്നില്ല. അപ്പൊ അതുപോലെയുള്ള രസകരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ചിരിപ്പിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഒരു പക്ഷേ നമ്മുടെ സിനിമകളിലുള്ളതായിരിക്കാം. എനിക്ക് ഈ നമ്പൂതിരി ഫലിതങ്ങളിൽ നിന്നും പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരെണ്ണം ഞാൻ പറയാം. അതായത് ഈ നമ്പൂതിരിമാർ സദ്യ കഴിക്കുന്നതിന് വളരെ പോപ്പുലർ ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ കഴുത്ത് വരെ കയറുന്ന രീതിയിൽ കംപ്ലീറ്റ് അവിടെ ഇരുന്ന ആഹാരം എല്ലാം കഴിച്ച് വിഭവ സമൃദ്ധമായ സദ്യ കഴിച്ച്, ഓണസദ്യ കഴിച്ച ഒരു നമ്പൂതിരി ഒരു മട്ടിൽ നടന്നു പോവുകയായിരുന്നു. അതായത് നടക്കാനും പറ്റുന്നില്ല, ഇരിക്കാനും പറ്റാത്ത രീതിയിൽ ഒരു
കുനിഞ്ഞ് കുനിഞ്ഞ് എങ്ങനെ എഴഞ്ഞെഴഞ്ഞൊക്കെ പോകുന്ന പോലെ നടന്നു പോകുന്നിപ്പോ ഒരാൾ ചോദിച്ചു, എന്താ നമ്പൂതിരി ഇങ്ങനെ നടന്നു പോകുന്നത്, ഇതെന്താ ഇങ്ങനെ നടക്കുന്നത്, നല്ല വിഭ്രാന്തി ഉണ്ടോ എന്ന് ചോദിച്ചു. കാരണം ഒരു റാമട്ടിൽ ഒരാൾ നടന്നു പോയാൽ എങ്ങനെ ഇരിക്കും അങ്ങനെ. അപ്പൊ നമ്പൂതിരി പറഞ്ഞു, നേരെ നടന്നാൽ കഴിച്ചതെല്ലാം മുകളിൽ കൂടെ പോകും, ഇരുന്ന് കഴിഞ്ഞാൽ എല്ലാം കൂടെ താഴെ പോകും, എങ്ങനെയെങ്കിലും വീട്ടിലെത്തണം, അതിനുവേണ്ടിയാണ് ഇങ്ങനെ നടന്നു പോകുന്നത്. അപ്പോ ഇതൊരു നമ്പൂതിരി ഫലിതമാണ്. അതുപോലെ പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരെണ്ണം, ഷെർലക് ഹോംസിനെ കുറിച്ച് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. അദ്ദേഹം ഒരു ഹോംസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഡിറ്റക്റ്റീവ് സ്റ്റോറീസും മറ്റൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ ഷെർലക് ഹോംസും ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കഥയാണ്. അദ്ദേഹം ഒരു വലിയ ചിന്തകനായ വാട്സൺ എന്ന് പറയുന്ന ആളുമായിട്ട് ഇവർ രണ്ടുപേരും കൂടെ ഒരു കാട്ടിൽ പോയി ഒരു ടെന്റ് അടിച്ച് കിടന്നു. രാത്രി ആയപ്പോൾ ഹോംസ് വാട്സണോട് ചോദിച്ചു, താങ്കൾ ആകാശത്ത് എന്താണ് കാണുന്നത് എന്ന് ചോദിച്ചു. അപ്പൊ ബുദ്ധിജീവിയാണ് ഈ വാട്സൺ. വാട്സൺ പറഞ്ഞു, ഓ, ആയിരക്കണക്കിന് നക്ഷത്രങ്ങൾ കാണുന്നുണ്ട്. അപ്പോ ഇദ്ദേഹം ചോദിച്ചു, ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കുന്നു താങ്കൾ എന്ന് ചോദിച്ചു. അപ്പൊ വാട്സൺ പറഞ്ഞു, ഈ പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ വലിയൊരു സമസ്യയാണ്, ഇവിടെ അനേകം നക്ഷത്രങ്ങൾ, ഗ്രഹങ്ങൾ ഇതെല്ലാം ചുറ്റിക്കറങ്ങുന്നു, ഇതൊക്കെയാണ് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പൊ ഹോംസ് പറഞ്ഞു, ഇടാ മണ്ടച്ചാരി, നമ്മുടെ ടെന്റ് ആരെങ്കിലും കാലം അടിച്ചു കൊണ്ടുപോയി, അതുകൊണ്ടാണ് നമ്മൾ ഈ നക്ഷത്രവും അതും ഇതൊക്കെ കാണുന്നത്. മുകളിൽ മേൽക്കൂരയില്ല, മഴ പെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും, നനയും, അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് പെട്ടെന്ന് ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകാമെന്ന് പറഞ്ഞു. അപ്പോ ഈ രീതിയിലുള്ള ഇതൊരു ലോകപ്രശസ്തമായ രീതിയിലുള്ള ഒരു ഹിറ്റായിട്ടുള്ള ഒന്നാണ്. പിന്നെ മറ്റൊന്ന്, ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്തിട്ടുള്ള തമാശകൾ എന്ന് പറയുന്നത്, ഒരു കുട്ടികൾ സാധാരണ ഈ ഇതുണ്ടല്ലോ നമ്മുടെ എക്സാമിനേഷൻ എഴുതി വെക്കുന്ന, അതിപ്പോഴും ഉണ്ട്, മുൻപ് വളരെ കൂടുതലായിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ പക്ഷെ അന്നൊക്കെ പത്രങ്ങളിലൊക്കെ വരുമായിരുന്നു. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടോന്ന് അറിയില്ല. അന്ന് വളരെ ഞാനൊക്കെ ചെറുതായിരിക്കുമ്പോൾ വളരെ ഫേമസ് ആയിട്ടുള്ള, നടന്നതാണോ എന്നറിയില്ല, ഒന്നാണ് ഈ അമീബ ഇരപിടിക്കുന്നത് എങ്ങനെ എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു. അതിലൊരു കുട്ടി എഴുതിയത് അന്നൊക്കെ വളരെ ഫേമസ് ആയിരുന്നു. രാത്രി 12 മണി, കുറ്റാക്കുറ്റിലേക്ക് വിശന്ന് വരഞ്ഞ അമീബ പതുക്കെ ടോർച്ചും എടുത്തുകൊണ്ട് മാളത്തിൽ നിന്ന് പുറത്തോട്ടിറങ്ങി. അതാ നിൽക്കുന്നവരില്ല, അമീബ ചാടി ഇരയെ പിടിച്ചു. ഇങ്ങനെ ഓരോ സംഗതി ഉണ്ടായിരുന്നു. അതുപോലെ സൾഫ്യൂറിക് ആസിഡ് ഉണ്ടാകുന്നത് എങ്ങനെ എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ കെമിസ്ട്രിയിൽ ഉള്ളതാണ്. സൾഫ്യൂറിക് ആസിഡ് ഉണ്ടാക്കുന്നത് എങ്ങനെ? അപ്പൊ ഒരു കുട്ടി ഇത് എഴുതി വന്നപ്പോ ഇതിന്റെ സ്റ്റെപ്പ് മറന്നുപോയി. അപ്പൊ ആ കൊച്ച് എഴുതി വെച്ചു, കൂടുതലൊന്നും പറയാനില്ല, ചുരുക്കത്തിൽ സൾഫ്യൂറിക് ആസിഡ് അങ്ങ് ഉണ്ടായി എന്ന് പറഞ്ഞ് നിർത്തി. ഇനി സൾഫ്യൂറിക് ആസിഡ് ഉണ്ടാകുന്നത് എങ്ങനെയാന്നുള്ളത് ഒരു കുട്ടി കുറെ നേരം ആലോചിച്ചിട്ട് ഉത്തരം കിട്ടിയില്ല. അപ്പൊ ആ കുട്ടി ആൻസറിൽ ചോദിച്ചതാണ്, അധ്യാപകൻ ചോദിച്ചത്. അധ്യാപകൻ ആ കുട്ടി കുറച്ചു നേരം ആലോചിച്ചിട്ട് പറഞ്ഞു, സാർ അത് പെട്ടെന്ന് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കാനൊന്നും നിൽക്കണ്ട, സാറ് ലാബിൽ പോയി ആ അസിസ്റ്റന്റിന് കൈമടം കൊടുത്താൽ മതി, അയാൾ തരും. ഇനി വളരെയേറെ ആൾക്കാരെ ചിരിപ്പിച്ചിട്ടുള്ള മറ്റൊന്നാണ്, ഹൃദയത്തിന്റെ ചിത്രം വരച്ച് ഭാഗങ്ങൾ അടയാളപ്പെടുത്തുക എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ടായിരുന്നു. ഒരു ക്വസ്റ്റ്യൻ, നിങ്ങളുടെ ഹൃദയത്തിന്റെ ചിത്രം വരച്ച് ഭാഗങ്ങൾ അടയാളപ്പെടുത്തുക എന്നുള്ള സയൻസിലെ ചോദ്യം. അപ്പൊ അതിനകത്ത് ഒരു കുട്ടി ഹൃദയത്തിന് ഒരു ലവ് സിംബൽ ഉണ്ടല്ലോ, അത് വരച്ചു വെച്ചു. എന്നിട്ട് അതിനെ ഇങ്ങനെ പലതായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അവിടെ എഴുതി വെച്ചു. ഒന്നിൽ 40%, ഒന്നിൽ 30% എന്നൊക്കെ എഴുതിയിരിക്കുന്നു. എന്നിട്ട് അതിന്റെ താഴെ, പ്രിയപ്പെട്ട സാർ, എന്റെ ഹൃദയത്തിന്റെ 40%-ത്തിലും അഞ്ജലിയാണ്, ബാക്കി 30%-ത്തിൽ മഞ്ജുവാണ്, ഇനിയുള്ള 10%-ത്തിൽ രൂപയാണ്, പോയിട്ടുള്ള 10%-ത്തിൽ പഠിത്തം, അച്ഛനമ്മ, സഹോദരൻ, ഇവർക്ക് എല്ലാവർക്കും കൂടെ ഞാൻ 10% കൊടുത്തിട്ടുണ്ട്. ഇതാണ് എന്റെ ഹൃദയത്തിന്റെ ഘടന. അപ്പോ കുട്ടികൾ ഇത് ഇങ്ങനെ അവർക്ക് മനസ്സിലാവാത്ത കാര്യങ്ങളും അവർക്ക് തോന്നിയതുപോലെ എഴുതും. അതുപോലെ അപേക്ഷ എഴുതി, നിങ്ങളെല്ലാരെങ്കിലും അപേക്ഷ എഴുതി വെച്ചിട്ടുണ്ടോ എന്നറിയില്ല, ദയവ് തന്നെ ജയിപ്പിക്കണം, എനിക്ക് കെട്ടാൻ പ്രായമുള്ള 6 സഹോദരിമാരുണ്ട് എന്നൊക്കെ പറഞ്ഞ് ചില സിമ്പതി പൂർവ്വമൊക്കെ കുട്ടികൾ അധ്യാപകരുടെ സിമ്പതി മാർക്ക് കിട്ടാനായിട്ട് എഴുതി വെക്കാറുണ്ട്. അപ്പൊ ഇങ്ങനെ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ അനുഭവങ്ങൾ ഷെയർ ചെയ്യാൻ
ഒരുപക്ഷെ ഈ ഇത് പങ്കുവയ്ക്കൽ സഹായിക്കുമായിരിക്കും. ഇനി വരുന്നവരും അതുപോലെ ഈ ആലോചിച്ച് എന്തെങ്കിലും നമ്മൾ അങ്ങനെ പറയേണ്ടതില്ല. നമ്മുടെ ജീവിതവും തിരിഞ്ഞു നോക്കിയാൽ തന്നെ ഇഷ്ടം പോലെ കോമഡി ആയിരിക്കും അല്ലേ? നമ്മളൊന്ന് തിരിഞ്ഞു നോക്കിയാൽ തന്നെ നമ്മൾ കാണുന്ന ആംഗിളാണ്. നമ്മൾ വളരെ ദുഃഖകരം എന്ന് വിചാരിക്കുന്ന ആ കാര്യങ്ങളെ തന്നെ നർമ്മത്തിന്റെ അല്ലെങ്കിൽ കോമഡിയുടെ ഒരു കോണിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്കത് വലിയൊരു ഇഷ്യൂ ആയിട്ട് തോന്നുകയില്ല. ഷേക്സ്പിയർ പറഞ്ഞൊരു സെന്റൻസോട് കൂടി ഞാൻ നിർത്തുന്നു. ലൈഫ് ഈസ് എ ടെയിൽ ടോൾഡ് ബൈ ആൻ ഇഡിയറ്റ് ഫുൾ ഓഫ് സൗണ്ട്സ് ആൻഡ് സർവീസ് സിഗ്നിഫൈയിങ് നത്തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജീവിതം എന്ന് പറയുന്നത് ഒരു കെട്ടുകഥയാണ്. അത് ഏതോ ഒരു വ്യക്തി പറഞ്ഞതാണ്. അതിൽ കുറെ ശബ്ദവും ബഹളവും മാത്രമേ ഉള്ളൂ. അത് ഒന്നിനെയും തന്നെ റെപ്രസെന്റ് ചെയ്യുന്നില്ല. നിങ്ങൾ ഒരുപാട് മസിൽ പിടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നാണ് ഷേക്സ്പിയർ നമുക്ക് പണ്ട് തന്നെ പറഞ്ഞു തന്നിട്ടുള്ളത്. താങ്ക് യു. ഓണാശംസകൾ.